ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫെയറിൽ തന്നെ ഹോട്ട് ടോപ്പിക്കായ പ്രധാനപ്പെട്ട സൈനിക ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനും ചോദിച്ചിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. തുടങ്ങിയ ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫെയർ ടോപ്പിക്കാണ് പ്രധാനപ്പെട്ട സൈനിക ഓപ്പറേഷൻസ്. ഒരു മാർക്ക് ഷുവറാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. പ്രധാനപ്പെട്ട ഓപ്പറേഷൻ, അതായത് പ്രധാനപ്പെട്ട സൈനിക ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഓപ്പറേഷൻ സിന്ദൂരാണ്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും അതിൽ നിന്ന് ഒരു മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിന് മറുപടിയായി നമ്മുടെ ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റും കാര്യങ്ങളും എല്ലാം പഠിച്ചിരിക്കേണ്ടതുമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 ഏപ്രിൽ 22 നോട്ട് ചെയ്തോണേ. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ക്ലിയർ ആണേ? അപ്പോൾ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ലക്ഷ്യോടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ലക്ഷ്യം എന്താണ്? പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീർ POK ഇല്ലേ, പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒരു സംയുക്ത മിസൈൽ ആക്രമണമായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ. അത് ആരംഭിച്ചത് 2025 മെയ് 7. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ അത് നിന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2025 മെയ് 7 നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം ആരംഭിച്ചതെന്നാണ് 2025 മെയ് 7. ആരംഭിച്ചതെന്നാണ് 2025 മെയ് 7. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലക്ഷ്യം എന്താണ്? പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒരു സംയുക്ത മിസൈൽ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ കേട്ടോ. അപ്പോൾ 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടപടി വിശദീകരിക്കാൻ നിയോഗിച്ച ധീരവനിതകൾ, ഓപ്പറേഷൻ സിന്ദൂർ നടപടി വിശദീകരിക്കാൻ ഉപയോഗിച്ച ധീരവനിതകൾ ആരൊക്കെയാണ്? ഇപ്പോഴേ പഠിച്ചോണം. കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. PQ അതായത് പ്രീവിയസ് ആയിട്ട് നടന്നൊരു എക്സാമിന് കറണ്ട് അഫെയർ ആയിട്ട് ചോദിച്ചതാണ്. അത് എന്താണ് ചോദിച്ചത്? ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കാൻ നിയോഗിച്ച ധീര വനിതകൾ ആരൊക്കെയാണെന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ പഠിച്ചു നോക്കണം. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപടി വിശദീകരിക്കാൻ നിയോഗിച്ച ധീരവനിതകൾ. ക്ലിയർ ആണ്? അവരുടെ കൂടെ തന്നെ ആ പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി കേട്ടോ. വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിസ്രിയും അവരുടെ കൂടെ ആ ഒരു നടപടി വിശദീകരിക്കുന്ന ആ പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്നു. അതോടൊന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് 2025 മെയ് 8 പാകിസ്ഥാൻ ഇന്ത്യയുടെ 15 നഗരങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിച്ച മിസൈൽ സംവിധാനമാണ് S-400. ഇതോടെ ഈ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചങ്ങ് പോണേ. അതായത് 2025 മെയ് 8 പാകിസ്ഥാൻ ഇന്ത്യയുടെ 15 നഗരങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിച്ച മിസൈൽ സംവിധാനം ഏതാണ്? S-400. നമ്മൾ ഇന്ത്യക്കാർ വിളിക്കുന്ന ഒരു പേരുണ്ട്, സുദർശന ചക്ര. ക്ലിയർ ആണ്? S-400 നമ്മുടെ ഇന്ത്യക്കാർ വിളിക്കുന്ന പേരാണ് സുദർശന ചക്ര. ഈ S-400 നമ്മൾ മേടിച്ചത് റഷ്യയിൽ നിന്നാണ്. S-400 പ്രതിരോധ മിസൈൽ സംവിധാനം നമ്മൾ മേടിച്ച് വിടുന്ന ഏത് രാജ്യത്തു നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഓപ്പറേഷൻ സിന്ദൂർ 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലക്ഷ്യം എന്താണ്? പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒരു സംയുക്ത മിസൈൽ ആക്രമണമായിരുന്നു. ഇത് ആരംഭിച്ചത് 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ നടപടി വിശദീകരിക്കാൻ നിയോഗിച്ച ധീര വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. അപ്പോൾ ഇവർ രണ്ടുപേരും ഉള്ള ആ പ്രസ് മീറ്റിൽ ഇവരുടെ കൂടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയുടെ ഉണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കണേ.
അടുത്തത് 2020, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ വെക്കാം, നിലവിലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി കേട്ടോ. അപ്പോൾ അത് പഠിച്ചു നോക്കണേ. അതുപോലെ തന്നെ 2025 മെയ് 8 പാകിസ്ഥാൻ ഇന്ത്യയുടെ 15 നഗരങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിച്ച മിസൈൽ സംവിധാനം ഏതാണ്? S-400 അഥവാ നമ്മൾ ഇന്ത്യക്കാർ നൽകിയ പേരെന്താണ്? സുദർശന ചക്ര. S-400 അഥവാ നമ്മുടെ ഇന്ത്യക്കാർ നൽകിയ പേരെന്താണ്? സുദർശന ചക്ര. സുദർശന ചക്ര അഥവാ S-400 നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് മേടിച്ചത്? റഷ്യയിൽ നിന്നാണ് S-400 മേടിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇത്രയും പോയിന്റുകൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്പറേഷൻസിലോട്ട് പോകാം. അടുത്തത് ഓപ്പറേഷൻ അജയ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷനാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. ഇപ്പോഴേ പഠിച്ചോടെ ഓപ്പറേഷൻ അജയ് എന്താണ്? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ ആരംഭിച്ച ഇന്ത്യൻ ആർമിയുടെ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ഈ പ്രീവിയസ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു എന്താണ്? ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ സംഘർഷബാധിതമായ ഇറാനിലെയും ഇസ്രായേലിലെയും കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഓപ്പറേഷൻ സിന്ധു? എന്താണ്? ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ, ഈ അടുത്ത് നടന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ സംഘർഷബാധിതമായ ഇറാനിലെയും ഇസ്രായേലിലെയും കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു. ഈ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത് 2025 ജൂൺ 18. നോട്ട് ചെയ്തോണേ. ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചതെന്നാണ് 2025 ജൂൺ 18. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. ഓപ്പറേഷൻ അജയ് എന്താണ്? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ. ഇസ്രായേൽ ഹമാസ് ആണ്, അപ്പോൾ തമ്മിൽ തിരിഞ്ഞു പോലെ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ധു എന്താണ്? ഇസ്രായേൽ ഇറാൻ, നോട്ട് ചെയ്തോണേ, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ സംഘർഷബാധിതമായ ഇറാനിലെയും ഇസ്രായേലിലെയും കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. ഈ ഓപ്പറേഷൻ സിന്ധുവിൽ ഇസ്രായേലും ഇറാനിലും കിടക്കുന്ന സംഘർഷബാധിത പ്രദേശങ്ങളിൽ കിടക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളിലും കിടക്കുന്ന നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലേക്ക് എത്തിക്കുക എന്നാണ് ഈ ഓപ്പറേഷൻ സിന്ധു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആല്ലേ? ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത് 2025 ജൂൺ 18. നോട്ട് ചെയ്തോണേ. കടന്നു നോക്കാം. ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്താണ്? 2024 കരീബിയൻ രാജ്യമായ ഹെയ്ത്തിയിൽ നടന്ന സായുധ കലാപത്തിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒരു ഒഴിപ്പിക്കൽ ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഇത് ആരംഭിച്ചത് 2024 മാർച്ച് 21. നോട്ട് ചെയ്തോണം. അപ്പോൾ ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്താണ്? 2024 കരീബിയൻ രാജ്യമായ ഹെയ്ത്തിയിൽ, നോട്ട് ചെയ്തോണേ, കരീബിയൻ രാജ്യമായ ഹെയ്ത്തിയിൽ നടന്ന സായുധ കലാപത്തിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒരു ഒഴിപ്പിക്കൽ ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഓപ്പറേഷൻ ഇന്ദ്രാവതി ആരംഭിച്ചതെന്നാണ് 2024 മാർച്ച് 21 കേട്ടോ. ക്ലിയർ ആണ്. അടുത്തത് ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി എന്താണ്? ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. അപ്പോൾ ഓപ്പറേഷൻ കാവേരി എന്താണ്? ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന്. നോട്ട് ചെയ്തോണേ. ഓപ്പറേഷൻ കാവേരി എന്താണ്? ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. ഈ ഓപ്പറേഷൻ കാവേരിക്ക് ഉപയോഗിച്ച കപ്പലാണ് INS സുമേധ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ കാവേരിക്ക് ഉപയോഗിച്ച കപ്പൽ ഏതാണ്? INS സുമേധ. INS സുമേധയാണ് ഓപ്പറേഷൻ കാവേരിക്ക് ഉപയോഗിച്ച കപ്പൽ. അപ്പോൾ ഓപ്പറേഷൻ കാവേരി എന്താണ്? ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരിക്ക് ഉപയോഗിച്ച കപ്പൽ ഏതാണ്? INS സുമേധ. നമുക്ക് അടുത്ത് നോക്കാം. ഓപ്പറേഷൻ കെല്ലർ. നോട്ട് ചെയ്തോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ കെല്ലർ പഹൽഗാം ആക്രമണത്തിനു പിന്നാലെ
പാക് ഭീകരർക്ക് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വനത്തിൽ ഒളിച്ചിരിക്കുന്ന ലഷ്കർ ഭീകരരെ ലക്ഷ്യമിട്ട് നടത്തിയ സൈനിക നടപടിയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പഹൽഗാം ആക്രമണത്തിന് ശേഷം, അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ ആരംഭിച്ചതിനൊക്കെ ശേഷം ഓപ്പറേഷൻ കെല്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് പഹൽഗാമിനടുത്തുള്ള വനങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ലഷ്കർ ഭീകരരെ ലക്ഷ്യമിട്ട് നടത്തിയ സൈനിക നടപടിയാണ്. അപ്പോൾ വനത്തിലൊക്കെ ഒളിച്ചിരിക്കുന്ന ഭീകരരെ കണ്ടുപിടിക്കാനുള്ള സൈനിക നടപടിയാണ് ഓപ്പറേഷൻ കെല്ലർ കേട്ടോ. ഓപ്പറേഷൻ കെല്ലർ മറക്കല്ലേ. അപ്പോൾ ഓപ്പറേഷൻ കെല്ലർ എന്താണ്? പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാക് ഭീകരർക്ക് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വനത്തിൽ ഒളിച്ചിരിക്കുന്ന ലഷ്കർ ഭീകരരെ ലക്ഷ്യമിട്ട് നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ കെല്ലർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഓപ്പറേഷൻ ദേവി ശക്തി. ഓപ്പറേഷൻ ദേവി ശക്തി എന്താണ്? താലിബാന്റെ നിയന്ത്രണത്തിലായ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരെ ഇന്ത്യയിൽ എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദേവി ശക്തി. ഓപ്പറേഷൻ ദേവി ശക്തി എന്നാണ് താലിബാന്റെ നിയന്ത്രണത്തിലായ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദേവി ശക്തി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കേട്ടോ, താലിബാന്റെ നിയന്ത്രണത്തിലായ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദേവി ശക്തി. അടുത്ത ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ ഗംഗ റഷ്യൻ ഉക്രൈൻ യുദ്ധഫലമായി ഉക്രൈനിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ ഗംഗ എന്താണ്? റഷ്യൻ ഉക്രൈൻ യുദ്ധഫലമായി ഉക്രൈനിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ. അടുത്ത് നമുക്ക് നോക്കാം ഓപ്പറേഷൻ സങ്കൽപ്പ്. ഓപ്പറേഷൻ സങ്കൽപ്പ് എന്ന് പറഞ്ഞാൽ ഒമാൻ ഉൾക്കടലിലും പേർഷ്യൻ ഗൾഫ് മേഖലയിലും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്ക് മറുപടിയായി 2019 ജൂണിൽ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷനാണിത്. ഇത് 2025 തുടരുന്നു കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. ഓപ്പറേഷൻ സങ്കൽപ്പ് എന്താണ്? ഒമാൻ ഉൾക്കടലിലും പേർഷ്യൻ ഗൾഫ് മേഖലയിലും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്ക്, അതായത് കപ്പൽ സുഗമമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ കപ്പൽ സുഗമമായിട്ട് പോകാൻ വേണ്ടി 2019 ജൂണിൽ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സങ്കൽപ്പ്. ഈ ഓപ്പറേഷൻ ഇത് 2025 ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഓപ്പറേഷൻ സങ്കൽപ്പ് കേട്ടോ. ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നാവികസേന ഓപ്പറേഷനാണ്. അടുത്ത ശക്തി 2025. ശക്തി 2025 എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൈനികാഭ്യാസത്തിൻ്റെ 8ാം പതിപ്പാണ് കേട്ടോ. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൈനികാഭ്യാസത്തിൻ്റെ 8ാം പതിപ്പാണ് ശക്തി 2025. ഇത് ഇരു രാജ്യങ്ങളിലെ കരസേനകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയും അതുപോലെ തന്നെ ഫ്രാൻസും തമ്മിലുള്ള സൈനികാഭ്യാസത്തിൻ്റെ 8ാം പതിപ്പാണ് ശക്തി 2025 എന്ന് പറയുന്നത്. അത് ഇരു രാജ്യങ്ങളുടെയും കരസേനകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക കേട്ടോ. നോട്ട് ചെയ്തോണേ. ഇരു രാജ്യങ്ങളുടെ കരസേനകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്നാണ് ശക്തി 2025 ലക്ഷ്യം. അടുത്തത് ഓപ്പറേഷൻ ഗാൻജാർ 12 കേട്ടോ. ഓപ്പറേഷൻ ഗാൻജാർ 12 എന്ന് പറഞ്ഞാൽ ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്. നോട്ട് ചെയ്തോടെ, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓപ്പറേഷൻ ഗാൻജാർ 12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയും കിർഗിസ്ഥാനും. നോട്ട് ചെയ്തോടെ, ഈ രാജ്യം മറന്നുപോലെ ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഗാൻജാർ. ഓപ്പറേഷൻ ഗാൻജാർ 12. അടുത്ത നമുക്ക് വരുണ 2025. വരുണ 2025 എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവികസേനാഭ്യാസമാണ് കേട്ടോ. തിരിഞ്ഞു പോലെ വരുണ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവികസേനയാണ്. ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? കരസേനകൾ തമ്മിലുള്ള സഹകരണമാണ്. ഇന്ത്യ ഫ്രാൻസ് തമ്മിലുള്ള കരസേനാ സഹകരണമാണ് ശക്തി 2025. വരുണ 2025 എന്ന് പറയുമ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവികസേന അഭ്യാസമാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഒരു സൈനിക അഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഒന്നുകൂടെ പറയാം. വരുണ 2025 എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവികസേന അഭ്യാസമാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. അടുത്തത് ഓപ്പറേഷൻ കരുണ. ഓപ്പറേഷൻ കരുണ എന്ന് പറഞ്ഞാൽ 2023 മെയ്യിൽ മോച്ച ചുഴലിക്കാറ്റ് നാശം വിധിച്ച മ്യാൻമാറിലെ മാനുഷിക സഹായം നൽകുക എന്ന ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. ഓപ്പറേഷൻ കരുണ എന്നാണ് 2023 മെയ്യിൽ മോച്ച ചുഴലിക്കാറ്റ് നാശം വിധിച്ച മ്യാൻമാറിലെ മാനുഷിക സഹായം നൽകുക എന്ന ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. അടുത്തത് ഓപ്പറേഷൻ ബർമ. ഓപ്പറേഷൻ ബർമ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓപ്പറേഷൻ ബർമ എന്താണ്? 2025 ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാറിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സഹായ ദൗത്യമാണ്
ഓപ്പറേഷൻ ബർമ 2025 മാർച്ച് 28 ഈ ഓപ്പറേഷൻ ബർമ ആരംഭിച്ചു കേട്ടോ. അപ്പം നമുക്കറിയാം മ്യാൻമാറിൻ്റെ പഴയ പേരാണ് ബർമ എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ 1 മാർക്ക് പ്രതീക്ഷിച്ചോ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓപ്പറേഷൻ ബർമ എന്താണ്? 2025 ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാറിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സഹായ ദൗത്യമാണ് ഓപ്പറേഷൻ ബർമ. ഓപ്പറേഷൻ ബർമ ആരംഭിച്ചത് 2025 മാർച്ച് 28 അതോടെ ഓർത്തിരിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക് നോക്കാം. ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ, ഇത് വിദേശ രാജ്യങ്ങളുടെ ഒരു ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ അതായത് ഇറാന്റെ ആണവ പദ്ധതിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ. ആക്രമിക്കപ്പെട്ട പ്രധാന സ്ഥലം നതാൻസ് ആണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണ്ട്, ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഏതാണ്? ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്താണ്? ഇറാന്റെ ആണവ പദ്ധതിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ. ആക്രമിക്കപ്പെട്ട പ്രധാന ഇറാന്റെ സ്ഥലം ഏതാണ്? നതാൻസ്. നോട്ട് ചെയ്തോണേ. അടുത്തത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ആണ്. മിഡ് നൈറ്റ് ആണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഏറ്റവും പ്രധാന 3 ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. നടത്തിയത് ജൂൺ 21, 2025 ജൂൺ 21, 2025 നടത്തിയത്. 7 B-2 ബോംബറുകൾ ഉപയോഗിച്ചു കേട്ടോ. 7 B-2 ബോംബറുകൾ ഉപയോഗിച്ചു. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്താണ്? ഇറാനിലെ ഏറ്റവും പ്രധാന 3 ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. നടത്തിയത് ജൂൺ 21, 2025. 7 B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഈ ഒരു ഓപ്പറേഷൻ അമേരിക്ക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സൈനിക ഓപ്പറേഷൻസ് വരുന്നത്. അതായത് ഇനി അടുത്ത് നടക്കുന്ന പരീക്ഷകൾക്കെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സൈനിക ഓപ്പറേഷൻസ് എന്നുള്ളത്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. അപ്പോൾ മാക്സിമം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയറോടെ ചെയ്തു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റോടെ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഓൾ. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്.